എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെപ്പറ്റി നമുക്ക് എന്തൊക്കെ അറിയാം അല്ലേ? വലിയ വലിയ പർവ്വതങ്ങൾ, ഒഴുകുന്ന നദികൾ, വിശാലമായ വൻകരകൾ, ഇതൊക്കെ നമുക്ക് കാണാനും അറിയാനും പറ്റും. പക്ഷെ നമ്മുടെ കാൽ കീഴിൽ ഈ കാണുന്ന തിരമാലകൾക്കടിയിലായിട്ട് മനുഷ്യന് ഇന്നും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വലിയ ലോകം ഒഴിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നിഗൂഢതകൾ നിറഞ്ഞ ആ ആഴക്കടലിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് ഇറങ്ങിച്ചെന്നാലോ? അതെ, ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. നമ്മൾ കാണുന്ന ഈ ശാന്തമായ നീലപ്പരപ്പില്ലേ, ഇതിനടിയിൽ എന്തായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്? നമ്മൾ കഥകളിലൊക്കെ കേൾക്കുന്ന പോലെ ഭീമാകാരമായ ജീവികളായിരിക്കുമോ? അതോ ചിലപ്പോ ഈ ഭൂമി എങ്ങനെയുണ്ടായി എന്നതിന്റെ രഹസ്യങ്ങളായിരിക്കുമോ? എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം. ശരി, യാത്ര തുടങ്ങുകയാണ് ആഴങ്ങളിലേക്ക്, കൂരിരുട്ടിലേക്ക്. ഓക്കെ, നമ്മളിപ്പോ യാത്രയുടെ ആദ്യത്തെ സ്റ്റോപ്പിലെത്തി. സമുദ്രത്തിന്റെ മുകളിൽ നിന്നും ഏകദേശം 200 മീറ്റർ താഴെ. കേൾക്കുമ്പോൾ അത്ര വലിയ ആഴമൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നാം, അല്ലേ? പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് പരിചിതമായ കടൽ ലോകം അവസാനിക്കുന്നത് കൃത്യം ഇവിടെ വെച്ചാണ്. ഇപ്പം നമ്മളുള്ള ഈ സ്ഥലത്തിനൊരു പേരുണ്ട്, സൺലൈറ്റ് സോൺ, അതായത് പ്രകാശത്തിന്റെ ലോകം. സൂര്യരശ്മിക്കൊരു തടസ്സവുമില്ലാതെ കടന്നുവരാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ്. ഇവിടെ ചുറ്റും നോക്കിയാൽ നമുക്ക് പരിചയമുള്ള പലതരം മീനുകൾ, പവഴപ്പുറ്റുകളുടെ ആ വർണ്ണ ലോകം, പിന്നെ കടലാമകളൊക്കെ വളരെ ഫ്രീ ആയിട്ട് നീന്തിത്തുടിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ജീവൻ തുടിക്കുന്ന ഒരിടം. അപ്പോ ഈ 200 മീറ്റർ എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമുക്കറിയാവുന്ന കടൽ ജീവിതത്തിന്റെ ഒരു ബോർഡർ, ഒരു അതിർത്തി. ഇതിനപ്പുറത്തേക്ക് സൂര്യന്റെ വെളിച്ചത്തിന് വലിയ ശക്തിയൊന്നുമില്ല. അപ്പോ യഥാർത്ഥ രഹസ്യങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ യാത്ര തുടരുകയാണ്. വെളിച്ചം വളരെ വേഗത്തിൽ കുറഞ്ഞു വരുന്നു. ഇപ്പം നമ്മൾ ഏകദേശം 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ, അത്രയും ആഴത്തിലാണ്. ഇവിടെ എത്തുമ്പോഴേക്കും പ്രഷർ അല്ലെങ്കിൽ മർദ്ദം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കൂടാൻ തുടങ്ങും. ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി. ഈ സ്ഥലത്തെ ട്വിലൈറ്റ് സോൺ എന്നാണ് വിളിക്കാറ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സന്ധ്യാമേഖല. കാരണം മുകളിൽ നിന്നുള്ള വെളിച്ചം ഇവിടെ എത്തുമ്പോഴേക്കും ഏതാണ്ട് ഇല്ലാതാവും. വെളിച്ചത്തിന്റെ അവസാനത്തെ ചില കിരണങ്ങൾ മാത്രം ഒരു നേർത്ത പ്രഭ പോലെ ഇങ്ങനെ അരിച്ചിറങ്ങി വരും. പ്രഷർ വളരെ കൂടുതലാണ്. അതുകൊണ്ടുതന്നെ ഇവിടെ കാണുന്ന ജീവികളുടെ രൂപമൊക്കെ പതിയെ പതിയെ വിചിത്രമായി തുടങ്ങും. അപ്പോ ഈ ഇരുട്ടിലെങ്ങനെയാണ് ഇവിടത്തെ ജീവികൾ ജീവിക്കുന്നത്? അതിനവരൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ബയോലൂമിനസൻസ്, അതായത് സ്വയം പ്രകാശമുണ്ടാക്കുക. ജെല്ലി ഫിഷുകളെ പോലെയുള്ള ചില ജീവികളൊക്കെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ചിലപ്പോ ഇരയെ ആകർഷിക്കാനും വേണ്ടി സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ വെളിച്ചമുണ്ടാക്കും. ആ ഇരുട്ടില് ഇങ്ങനെ മിന്നിമറയുന്ന ജീവന്റെ തുടിപ്പുകൾ, അതൊരു കാഴ്ച തന്നെയാണ്. നമ്മുടെ യാത്ര ഇനിയും താഴേക്കാണ്, ഒരുപാട് താഴേക്ക്. 4000 മീറ്റർ, അതായത് 4 കിലോമീറ്റർ ആഴം. ഒന്ന് ഓർത്തു നോക്കൂ. ഇവിടെ വെളിച്ചം എന്ന വാക്ക് തന്നെ അപ്രസക്തമാണ്. അത് എന്നേക്കുമായി അവസാനിച്ചു. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്ന ലോകം അത് പൂർണ്ണമായും വേറൊന്നാണ്. ഇതാണ് മിഡ്നൈറ്റ് സോൺ, കൂരിരുട്ടിന്റെ സാമ്രാജ്യം. ആ പേര് പോലെ തന്നെ ഇവിടെ എപ്പോഴും അർദ്ധരാത്രിയാണ്. വെളിച്ചത്തിന്റെ ഒരു കണിക പോലും ഇവിടെയില്ല. ചുറ്റും കാതടപ്പിക്കുന്ന ഒരുതരം നിശ്ശബ്ദത. പിന്നെ നമ്മുടെ ശരീരത്തെ ഞെരിച്ചു പൊടിച്ചു കളയാൻ ശക്തിയുള്ള അത്രയും വലിയ പ്രഷർ, അതുമാത്രം. ഈയൊരു ലോകത്ത് കാഴ്ച എന്നൊരു സംഭവമേയില്ല. നമ്മൾ എത്ര വലിയ ശക്തിയുള്ള ലൈറ്റ് അടിച്ചു നോക്കിയാലും ആ വെളിച്ചത്തിന് കുറച്ചപ്പുറത്തേക്ക് ഈ ഇരുട്ടിനെ ഭേദിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കട്ട കറുപ്പ് മുറിയിൽ കണ്ണും കൂടെ അടച്ചിരുന്നാൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണിവിടെ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഗവേഷകർക്ക് ഈ ലോകം കാണാൻ പറ്റുന്നത്? അതിനൊരു വഴിയുണ്ട്, ശബ്ദം. സോണാർ പോലുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഇവർ ശബ്ദതരംഗങ്ങളെ താഴേക്കയക്കും. ആ ശബ്ദം പലയിടത്തും തട്ടി തിരിച്ചു വരുമല്ലോ. അത് വെച്ചിട്ടാണ് അവർ ഈ കാണാമറിയത്തുള്ള രൂപങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കാഴ്ചയെന്ന് പറയുന്നത് തന്നെ കേൾവിയാണ്. ഇനി നമ്മുടെ യാത്ര അതിന്റെ ക്ലൈമാക്സിലേക്കെത്തുകയാണ്. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്തേക്ക്. മനുഷ്യൻ ഇന്നുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും നിഗൂഢമായ, എത്തിച്ചേരാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളവരിടം. 10984 മീറ്റർ, അതായത് ഏകദേശം 11 കിലോമീറ്റർ നേരെ താഴോട്ട്. ഇതാണ് പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചിലുള്ള ചാലഞ്ചർ ഡീപ്പ്, ലോകത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗം. ആ സംഖ്യയുടെ വലുപ്പമൊന്ന് ആലോചിച്ചു നോക്കൂ, 11 കിലോമീറ്റർ ആഴം. ഈ ആഴം ശരിക്കും എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം.
നമ്മുടെ എവറസ്റ്റ് കൊടുമുടിയില്ലേ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം? ആ എവറസ്റ്റിനെ അതേപോലെ എടുത്ത് ഈ കിടങ്ങിലേക്ക് തലകീഴായി വെച്ചെന്ന് സങ്കൽപ്പിക്കുക. എന്നാലും അതിന്റെ മുകൾ ഭാഗം വെള്ളത്തിന് മുകളിലെത്തില്ല. വെള്ളത്തിന് മുകളിലെത്താൻ ഇനിയും 1 കിലോമീറ്ററിലധികം ദൂരം ബാക്കിയുണ്ടാവും. അത്രയ്ക്കു ഭീമാകാരമാണ് ഈ ആഴം. ഇവിടെ വരെ യാത്ര ചെയ്ത ഒരു പര്യവേക്ഷകൻ പറഞ്ഞൊരു വാക്കുണ്ട്: ഇവിടെ താഴെ എത്തുമ്പോൾ നിങ്ങളൊരു മറ്റൊരു ലോകത്തല്ല, നിങ്ങളൊരു മറ്റൊരു ഗ്രഹത്തിലാണ്. ആ പറഞ്ഞതിലുണ്ടെല്ലാം. കാരണം ഇവിടെ എത്തുമ്പോഴുള്ള ഫീൽ അതുതന്നെയാണ്. ഇത് ഭൂമിയാണെന്ന് പോലും നമുക്ക് തോന്നില്ല. അത്രയ്ക്കും അപരിചിതമായ, ഒറ്റപ്പെട്ടുപോയ ഒരു ലോകം. ശരി, ഇനി നമുക്ക് പതിയെ മുകളിലേക്ക് വരാം. ഈ അത്ഭുത ലോകത്ത് നിന്ന് തിരിച്ച് നമ്മുടെ സ്വന്തം ലോകത്തേക്ക്. ഈ ഒരു യാത്ര കഴിഞ്ഞപ്പോ ഒരു കാര്യം നമുക്ക് വ്യക്തമായി, അല്ലേ? നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ച് നമുക്ക് എത്ര കുറച്ച് കാര്യങ്ങളെ അറിയൂ എന്നുള്ളത്. കടലിന്റെ ഭൂരിഭാഗം സ്ഥലവും ഇന്നും മനുഷ്യൻ പോയിട്ട് പോലുമില്ലാത്ത ഒരു വലിയ രഹസ്യമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോ ഈ യാത്രയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാ മനസ്സിലാക്കിയത്? കടലിന്റെ ഭൂരിഭാഗവും കട്ടയിരുട്ടാണ്. താഴേക്ക് പോകുന്തോറും പ്രഷർ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കൂടും. എന്നാലും ജീവൻ അവിടെയും അതിജീവിക്കാൻ അവിശ്വസനീയമായ വഴികൾ കണ്ടെത്തുന്നു. പക്ഷെ ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാ, നമ്മുടെ ഈ ഭൂമിയുടെ വലിയൊരു ഭാഗം ഇന്നും ഒരു മാപ്പിൽ പോലും കൃത്യമായി രേഖപ്പെടുത്താത്തൊരിടാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ സ്വന്തം ഭൂമിയിൽ തന്നെ ഇത്രയധികം രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഇനിയും എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും നമ്മൾ കണ്ടെത്താനായി കാത്തിരിക്കുന്നത്? ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഈ വിവരണം ഇവിടെ നിർത്തുന്നു. ലോകത്തിന്റെ രഹസ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മുടെ തിരച്ചിലുകളും. പുതിയൊരു വിഷയവുമായി നമുക്ക് അടുത്ത തവണ കാണാം. നന്ദി.